ഇതേവരെയാണ് ക്രീമി സ്പൈസി പേരി പേരി മാക്രോണി ട്രൈ ചെയ്തിട്ടുണ്ടോ? അത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾ ഇത് എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കാൻ താല്പര്യപ്പെടത്തുള്ളൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഏറ്റവും അധികമാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് 1 ടീസ്പൂൺ നമുക്ക് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം നന്നായി തിള വന്നു കഴിയുമ്പോൾ മാക്രോണി 300 ഗ്രാം മാക്രോണി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഒരു 10-15 മിനിറ്റേക്ക് നമുക്ക് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഒരു ഓട്ടപാത്രത്തിൽ ഇതുപോലെ നമുക്കൊന്ന് എടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് ക്ലീനായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണേ. അതിൻ്റെ പശയ്ക്കൊന്ന് പോകാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു കടായിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ പകരം സൺഫ്ലവർ ഓയിൽ ആണെങ്കിലും ഒഴിച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ബട്ടറും ഇട്ട് കൊടുക്കാം. കുറച്ച് ഗാർലിക്കും പിന്നെ 2-3 പച്ചമുളകും കൂടി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സവാള പൊടിയായി കഴിഞ്ഞാൽ അതും ഇട്ട് കൊടുക്കാം. എല്ലാ കാര്യങ്ങളും നമുക്കാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വേണം സോട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു ക്യാപ്സിക്കം നമുക്ക് ഇതുപോലെ ക്യൂബ്സ് ആക്കി അരിഞ്ഞ് വെച്ചിട്ട് അതും കൂടെ എടുത്തിട്ട് കൊടുക്കാം. നമുക്കത് നന്നായിട്ട് ഇതും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഒത്തിരി അങ്ങ് അരിച്ച് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ഇച്ചിരി ക്രഞ്ചായിട്ട് വെക്കണേ. എന്നിട്ട് നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒത്തിരി ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ മാക്രോണി വേവിച്ചപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഉപ്പിൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ. ഇനിയാണെങ്കിൽ അതിനകത്ത് കുറച്ച് മഷ്റൂം കൂടെ അരിഞ്ഞ് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതും കൂടെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ നമുക്ക് മേദ ഇട്ട് കൊടുക്കാം. അതിനകത്ത് മേദയുടെ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി ആണെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മേദ ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 ടേബിൾ സ്പൂൺ. നന്നായിട്ട് അതും കൂടെ ഒന്ന് വഴണ്ട് കഴിയുമ്പം നമുക്ക് 2 കപ്പ് ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 2 കപ്പ് പാൽ എന്ന് പറഞ്ഞാൽ 250 ml കപ്പിന് 2 കപ്പ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്താണെങ്കിൽ 1/2 കപ്പാണെങ്കിൽ പ്രോസസ്ഡ് ചീസ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് 1/2 കപ്പ് നമുക്കാണെങ്കിൽ മോസറല്ല ചീസും കൂടെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സായി വന്നു കഴിയുമ്പം നമ്മൾ മാക്രോണി റെഡിയാക്കി വെച്ചേക്കുന്നില്ല അത് ഇട്ട് കൊടുക്കണം. പിന്നെ അതിന് മുന്നേ കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കത് 2 ടീസ്പൂൺ നമുക്ക് പേരി പേരി മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കുരുമുളക് പൊടിച്ചതും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണേ. നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് മാക്രോണി വേവിച്ച് വെച്ചേക്കുന്നില്ല. അപ്പോൾ അതും കൂടെ നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എല്ലാം യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് പാലും മേദയൊക്കെ ഇട്ടില്ലേ നമ്മൾ പടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ടെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഞാനാണെങ്കിൽ 1/2 കപ്പ് വെള്ളം മാക്രോണി വേവിച്ച് വെള്ളമില്ല അതിനകത്ത് 1/2 കപ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ നമുക്ക് ഇച്ചിരി തിക്കാൻ തോന്നുമ്പം ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പകരം പാലാണെങ്കിലും ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഇപ്പം നമുക്കാണിത് 1/2 കപ്പ് വെള്ളം എടുത്തേക്കുന്നത്. അത് മുഴുവനായിട്ട് ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് ഒലിവ് ഞാനാണെങ്കിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിനകത്തോട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ട് എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്ക് അതിനകത്താണെങ്കിൽ പിസ്സ പാസ്ത സോസ് നമുക്ക് വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടാനും നല്ലൊരു സ്പൈസിനെസ് കിട്ടാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിനകത്ത് ഉപ്പും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി എക്സ്ട്രാ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഉപ്പും ഒത്തിരി ഇടാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എരിവും ഉപ്പൊക്കെ നമ്മുടെ പാകത്തിനുണ്ടോ ഇല്ലെന്ന്. എന്തെങ്കിലും നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എനിക്കെല്ലാം പാകത്തിനായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രീമി സ്പൈസി പേരി പേരി മാക്രോണി റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്നോട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.